ഇപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ അനിൽ പി നായർ, നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ഒരു തിരക്കഥയാണ് എന്ന മട്ടിൽ താങ്കൾ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തതാണ്. ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, പഴയ വിവരങ്ങൾ തന്നെയാണ് അത്, പക്ഷേ പല രീതിയിലായി പുറത്തു വരുമ്പോൾ എന്താണ് കുടുംബത്തിന് തോന്നുന്നത്? അന്വേഷണം നിഷ്പക്ഷമല്ലെന്നും അത് ഉള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ മറ്റൊരു ഏജൻസിയിൽ അന്വേഷണം ഏൽപ്പിക്കണമെന്ന ആവശ്യമായിട്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും കൊടുത്തിരുന്ന ഉറപ്പ് ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊള്ളാമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോലും സത്യവാങ്മൂലം പ്രത്യേക അന്വേഷണ സംഘവും നൽകിയത്. ആ അന്വേഷണ സംഘത്തിന് നൽകിയ സ്റ്റേറ്റ് നൽകിയ സത്യവാങ്മൂലത്തെ മുഖവിലേക്ക് എടുക്കുക എന്ന പ്രാഥമിക കാര്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെയ്തത്. അതുകൊണ്ടാണ് ആ അന്വേഷണ ഏജൻസിയെ തൽക്കാലത്തേക്ക് മാറ്റേണ്ട എന്നൊരു ഉത്തരവുണ്ടായത്. ഇതിലിപ്പോൾ നമ്മൾ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ കണ്ടിരുന്നു. പി ദിവ്യ മാത്രമാണ് അതിൽ പ്രതിയായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള കാര്യം അതിൽ ആത്മഹത്യാ പ്രേരണ മാത്രമാണ് അന്വേഷിച്ചിരിക്കുന്നത്. മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിൽ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് വന്ന ഉയർന്ന ആരോപണങ്ങൾ, പരാതികളൊക്കെയുണ്ട്. അതെങ്ങനെയാണ് ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അതല്ല എന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടും ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അല്ല, കൈക്കൂലി ആരോപണം വ്യാജമാണെന്ന് നേരത്തെ വിജിലൻസ് പറഞ്ഞതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയതാണ്. അത് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച പ്രശാന്തിൻ്റെ പരാതി, അങ്ങനെ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായതാണ്. ആ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് ആ പ്രശാന്തൻ ശ്രീ നവീൻ ബാബുവിൻ്റെ മരണ ദിവസം നൽകിയ ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതിൽ പറഞ്ഞത് അന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതാണ്. ക്വാർട്ടേഴ്സിലെത്തി കണ്ടു, അവിടെ വെച്ച് പണം ആവശ്യപ്പെട്ടു, പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ സാങ്കത്യം അത് പിന്നീട് ആ മൊഴി തന്നെ അയാൾ മാറ്റി പറയുന്നുമുണ്ട്. അപ്പോൾ പ്രശാന്തൻ എന്ന് പറയുന്നത് ഇവിടെ ആരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കരു മാത്രമാണ്. ഈ കേസിൽ ആർക്കൊക്കെയോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കരു മാത്രമാണ്. അങ്ങനെ പല സാക്ഷികളും ഈ കുറ്റപത്രത്തിൽ കടന്നു കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ട് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇതിലിപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് അത് ഏതാണ്ട് 536 പേജ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഈ കലക്ടറുടെ മൊഴിയുടെ ഭാഗങ്ങൾ അത് അനെക്സ്റ്ററിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് അവിടെ കാണുന്നില്ല. ഈ പൂർണ്ണ രൂപം പരിശോധിക്കുമ്പോൾ പോലും അത്തരം ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കലക്ടറുടെ മൊഴിയിൽ പോലും ഒരു വ്യക്തതയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളക്ടർ മൊഴി കൊടുക്കുകയായിരുന്നില്ല. ഒരു IAS ഓഫീസറായ അവിടുത്തെ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഉയർന്ന അധികാരിയായ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് മൊഴി കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എൻ്റെ അറിവിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ, നിയമവിദഗ്ധരെ കണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു മൊഴിക്ക് അതിൽ എൻക്വയറിയുടെ ഭാഗമാകത്തക്ക ഒരു രേഖ ഹാജരാക്കുകയായിരുന്നു. മുഖാമുഖം മൊഴി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്ന നിലയിലേക്കൊന്നും പോയില്ല. തനിക്ക് പറയാനുള്ള ഒരു വെർഷൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖാമൂലം ഒരു കാര്യം നൽകുകയായിരുന്നു. അതല്ലേ പറയുന്നത്? അതെ, എഴുതി തയ്യാറാക്കിയ ഒരു രേഖ ആ എൻക്വയറി കമ്മീഷന് മുമ്പിൽ ഹാജരാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, അപ്പോഴും ഈ റവന്യൂ മന്ത്രിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മറുപടി. അതെ, പ്രീ പ്ലാൻഡ് ആയി അദ്ദേഹം എഴുതി തയ്യാറാക്കി. അതിൽ തിരിച്ച് ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന മട്ടിലുള്ള ഒരു മറുപടി എഴുതി തയ്യാറാക്കി കൊടുത്തു. നമ്മൾ ഇന്നലെ ഈ കുറ്റപത്രത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്ന സമയത്ത് അതിലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. കലക്ടർ ഈ റവന്യൂ മന്ത്രിയോട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിച്ചിരുന്നു, പരാതി കിട്ടിയാൽ അന്വേഷിക്കാം എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പി ദിവ്യ പരാതി നൽകിയിട്ടുണ്ട് എന്ന് തന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു എന്നാണ്. പക്ഷെ അത്തരത്തിലൊരു പരാതി ഉണ്ട് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു പരാതി ഇതുവരെ പുറത്തു വന്നതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയതല്ലേ. അതെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം കലക്ടർ അങ്ങനെ ഒരു മൊഴി കൊടുത്തത്? അത് നമ്മൾ കളക്ടറുടെ ആ സമയത്തെ പ്രസംഗ സമയത്തെ മുഖഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ.
അവരും കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള വളരെ വളരെ നല്ല സൗഹൃദ ബന്ധത്തിൻ്റെ പിന്നെ വ്യക്തമായ സൂചനകൾ കളക്ടറിലെ ജീവനക്കാർ തന്നെ തന്നിട്ടുണ്ടല്ലോ. അവരുടെ റിലേഷൻഷിപ്പ് വളരെ കോടിയിലായിരുന്നുവെന്ന് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയെ സംരക്ഷിക്കാനുണ്ടായ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സംശയിച്ചാൽ അതിലാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.